ഹായ് ഫ്രണ്ട്സ്, 3 പീസ് നൈറ്റിയുടെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് 3 പീസ് നൈറ്റി ആക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കുള്ള ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തല്ലോ. അപ്പോൾ യെല്ലോ കളർ തുണി കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ആ താഴ്ഭാഗത്ത് മാത്രം ഒരു 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടത് ഇവിടെ മാത്രം. അതായത് ലെഫ്റ്റിലും റൈറ്റിലുള്ള രണ്ട് സൈഡിലേക്ക് നമുക്കത് പൈപ്പിങ് ചെയ്ത് മറിച്ചിടണം. കഴുത്തിന് നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കഴുത്തിന് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലേക്കുള്ളതിന് നമ്മൾ 4 ഇഞ്ച് യെല്ലോ തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് കണ്ടോളൂ. ഈ നടുക്കത്തെ പീസിന് നമ്മൾ യെല്ലോ ആണ് വെച്ച് കൊടുക്കുന്നത്. 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നടുക്കത്തെ പീസ് ആ കളറ് വേണ്ട, അത് മാറ്റിയിട്ട് 2 യെല്ലോ കളർ തുണി നടുക്കത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ, ഇതേ ഇവിടെയൊക്കെ കറക്റ്റാണ്. പക്ഷെ 2 സൈഡിലും 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2 സൈഡിലും മാത്രം നമ്മുടെ യെല്ലോ തുണിയിൽ ഒരു 4 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അവിടെയും അതുപോലെ തന്നെ കണ്ടോ, ഇതിങ്ങനെ ജോയിൻറ്റ് വരുന്ന ഭാഗമാണ്. ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കാനാണ് നമ്മൾ അവിടെ മാത്രം 4 ഇഞ്ച് 2ലും എല്ലാ സൈഡിലും എടുത്തത്. അപ്പോൾ നോക്കിക്കേ, ഇത് ഇങ്ങനെ ഇതിൻ്റെ മേലെ വെക്കണം. അതുപോലെ ഇത് ഇങ്ങനെ മേലെ വെച്ചിട്ട് ഇവിടെ നമുക്ക് കഴുത്തോടു കൂടി അടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് കണ്ടോളൂ, ഇത് കണ്ടോ, ഇത് സെൻറ്റർ വശത്തുള്ള 2 പീസുകൾ. ആ 2 പീസുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോളൂ, ഒന്നുകൂടി തയ്ച്ചു കൊടുക്കാനാണ്. ആ സെൻറ്ററിൽ വെക്കുന്ന യെല്ലോ പീസ് 2 എടുത്തില്ലേ, അത് 2 നമ്മൾ മറ്റേ ഗ്രീൻ പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഇതാണ് നമ്മൾ വെച്ചോളൂ. 3 പീസ് നൈറ്റി ആണല്ലോ. എന്നിട്ട് തയ്ച്ച തയ്യൽ തുമ്പിൽ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ. എന്നതിന് ശേഷം ഇതിനെ ഇതുപോലെ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിടുക. തിരിച്ചിട്ട ശേഷം നമ്മുടെ കഴുത്തിൻ്റെ താഴെ അടിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് 2 സൈഡിലും കൂടി ഒന്ന് അടിച്ചേക്കുക. കാരണം ഒന്ന് പതിഞ്ഞ് നിൽക്കാനാണ് കേട്ടോ. ഒന്ന് അയൺ ചെയ്താലും മതി, ആ തയ്ക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇത് നൈറ്റി തുണി തന്നെയാണ് ഞാൻ യെല്ലോ കളറും എടുത്തിരിക്കുന്നത്, പ്ലെയിന് കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡുകളും പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആക്കി അതിന് ശേഷം ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി സൈഡിലുള്ള 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സൈഡിൽ 2 പീസ് എടുത്ത ശേഷം നോക്കിക്കേ, കഴുത്തിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അതെ, ഓക്കെ. അതായത് നല്ല വശത്തിൻ്റെ ആ ഗ്രീൻ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മേലെയാണ് യെല്ലോ കളർ തുണി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അടിക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗത്തോട് അടിച്ച് വന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഈ 3 പീസൊക്കെ ജോയിൻ ചെയ്യണമല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്ത് വരിക. അതെ, ഇങ്ങനെ എടുത്ത ശേഷം ഇങ്ങനെ ടേൺ ചെയ്ത് വരിക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു പൈപ്പിങ് കഴുത്തിനും ആ 2 സ്പ്ലിറ്റായിട്ട് 3ആയിട്ട് നമുക്ക് കാണാനും പറ്റും. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്യുക. കോർണറിൻ്റെ ഭാഗം ഒന്ന് ആ തയ്യൽ തുമ്പൊന്ന് കട്ട് ചെയ്ത് കുറച്ച് കൊടുക്കുക. ശേഷം ഇതൊക്കെ തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെ നമ്മളാക്കി തിരിച്ചിട്ടിട്ട് ചെറുതായിട്ടൊരു പൈപ്പിംഗ് എഫക്റ്റ് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് തള്ളി പിടിച്ച് കഴിയുമ്പോൾ ആവും. എന്നിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് ഒരു പീസിലാണ് ചെയ്ത് കാണിക്കണം, സൈഡ് പീസിൽ. നിങ്ങൾ മറ്റേ പീസിൽ ഇത് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും കൂടി 2 പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനോട് ചേർത്ത് 2 യെല്ലോ പീസും എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തള്ളി പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പൈപ്പിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് നോക്കിക്കേ, ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇത് എക്സസൈസ് ആണ് കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളത് ഒരു പീസ് ഇത് കണ്ടോ, ഇപ്പം നോക്കിക്കേ, കണ്ടോ, ആ ഒരു ഭാഗം കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ്. അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റേ പീസിലും നമ്മൾ ഇതുപോലെ കണ്ടോ, ഞാൻ 2 പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് കണ്ടോ, ഇതിനെ ഇങ്ങനെ ചേർത്ത് നമ്മൾ 2 സൈഡും ലെഫ്റ്റും റൈറ്റും ആ ഒരു നടുക്കത്തെ പീസിൻ്റെ അവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 ഇഞ്ച് യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ടാണ് അടിക്കേണ്ടത്. അതിന് മുന്നേ നമ്മുടെ ബാക്ക് പീസ് ഒന്ന് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഒന്ന് നോക്കുക, അളവുകളിൽ വല്ല വ്യത്യാസമുണ്ടോ, അതായത് ഒന്ന് കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കതേ. അപ്പോൾ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ബാക്ക് പീസിനോട് ചേർന്ന് തന്നെ ഫ്രണ്ട് പീസ് നിൽക്കുന്നുണ്ട്. ഇനി ആ ബാക്ക് പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് കണ്ടല്ലോ, അതിനോട് ചേർത്ത് ഇങ്ങനെ മേലേക്ക് വെച്ചിട്ട് കണ്ടോളൂ, ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം.
നമ്മൾ ആദ്യം നടുക്കത്തെ പീസ് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡ് അടിച്ചു കൊടുത്തില്ല, അവിടെയാണ് നമ്മളത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇത് ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇടാൻ കാരണം ഇതിൽ കാണിക്കാൻ നമുക്കിതിൽ പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് എക്സലുകാർക്ക് ഇടാം, ലാർജുകാർക്ക് ഇടാം. ഡബിൾ എക്സലുകാർക്ക് എന്തായാലും ഇടാൻ പറ്റില്ല കേട്ടോ, ടൈറ്റ് ആയിരിക്കും. ഇനി ദേ കണ്ടോ, ഇപ്പുറത്തെ സൈഡ് നമ്മൾ എന്ത് ചെയ്തു, ദേ ഈ ഒരു പീസ് എടുത്തു. അതിന് ശേഷം ദേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അവിടെയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ നെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളതെല്ലാം നല്ല പീസ് ഓരോരോ പീസ് വെച്ച് മറിച്ചിട്ട് നമ്മൾ നെക്ക് ചെയ്തു. പക്ഷേ ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് വേണം നെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പം നോക്കിക്കത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി നെക്കിൻ്റെ തുമ്പ് വെച്ച ശേഷം അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കേ, ഒരു പീസ് നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോളൂ, കണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാനിപ്പോൾ ഇത് വെച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ട് പീസ് ഉണ്ടല്ലോ, കട്ട് പീസിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു തുണി ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസിൽ കട്ട് ചെയ്തെടുക്കുക. എന്തിനാണെന്ന് പറഞ്ഞാൽ ബാക്കിനൊക്കെ തയ്ച്ച് മറിച്ചിടാനാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു കട്ട് പീസ് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു തുണി, വേറെ ഏതെങ്കിലും തുണി, പ്ലെയിൻ കളർ ലൈനിങ് മെറ്റീരിയൽ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 1.5 ഇഞ്ച് വീതിക്ക് 3-4 പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി എടുക്കുക. ഓക്കെ, നമുക്കിതിൽ ഇതിൽ തന്നെ കിട്ടിയ ബാലൻസ് തുണിയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ കഴുത്ത് കട്ട് ചെയ്തപ്പോൾ പീസ് തുണിയുടെ അതൊന്നും നമുക്ക് എടുക്കാവുന്നത്. കണ്ടോ, ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാനിത് എല്ലാം യോജിപ്പിച്ച ശേഷം ഈ ക്രോസ് പീസ് നമ്മുടെ ബാക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഷോൾഡർ കൂട്ടിയടിക്കാം. ഷോൾഡർ ഇങ്ങനെ കൂട്ടിയടിച്ചിട്ട് നെക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ സാധാരണ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഷോൾഡർ നൈറ്റിക്ക് കൂട്ടിയെടുക്കുക, ബാക്ക് നെക്ക് ചെയ്തിട്ട് ചെയ്യുക, അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം. എങ്ങനെയാണ് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുക ആ ഒരു മെത്തേഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് കൂടുതൽ കാണിക്കണില്ല. അതെ, അപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്കിതിൽ ശരിക്കും സ്ലീവാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതേ ശരിക്കും ഫ്രണ്ട് പീസ് നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും യോക്ക് കണ്ടോ, 3 പീസ് യോക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അത് അടിയത്തത് ബാക്കിൽ, ഇത് ഫ്രണ്ടിൽ. അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ.